കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ കല്ലായി ഡിവിഷനിൽ സംവിധായകൻ VM വിനുവിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയിരുന്നു. പക്ഷേ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നതുകൊണ്ടും ആ സാങ്കേതിക അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കില്ല. ആ ഡിവിഷനിലേക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ ബൈജു കാളക്കണ്ടിയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നു. ബൈജു കാളക്കണ്ടി വർഷങ്ങളായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ആ മേഖലയിലെ പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ നേതാവും അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറ സാന്നിധ്യവുമാണ്. അദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീ VM വിനു, അതുപോലെ സുപ്രസിദ്ധ നടൻ ജോയി മാത്യുവും ഞങ്ങളുടെ ഈ ഇലക്ഷനിലെ കോൺഗ്രസിൻ്റെ താരപ്രചാരകരായി നഗരത്തിലുണ്ടാവും. രണ്ടുപേരുണ്ടാവും. മാത്രമല്ല ഞങ്ങൾ VM വിനുവിനെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരുന്നത് പ്രധാനപ്പെട്ട കാരണം UDF മാത്രമല്ല, കോഴിക്കോട് നഗരത്തിലെ പൊതുസമൂഹവും ഈ നഗരത്തിലെ ഭരണത്തിന് എതിരാണ്. ആ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടായിരുന്നു പ്രിയപ്പെട്ട ശ്രീ VM വിനുവിനെ ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയെ അവരോധിച്ചത്. എന്നാൽ ദൗർഭാഗ്യവശാൽ സാധിച്ചില്ല. പക്ഷേ പൊതുസമൂഹത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോഴിക്കോട് നഗരസഭയിൽ ഈ ദുർഭരണത്തിനെതിരെയുള്ള UDFൻ്റെ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം പരമാവധി സമയങ്ങളിൽ ശ്രീ VM വിനുവും ശ്രീ ജോയ് മാത്യുവും ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്, കോൺഗ്രസ് ആവണമെന്നില്ലല്ലോ. ഞങ്ങൾ VM വിനുവിനെ അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ കാര്യം, ഈ ദുർഭരണത്തിനെതിരെയുള്ള UDF ശക്തമായ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൻ്റെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളോടൊപ്പം കോഴിക്കോട്ടെ പൊതുസമൂഹം ഉണ്ട്. അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് VM വിനുവിനെ സ്ഥാനാർത്ഥികത പറഞ്ഞിരുന്നത്. എന്നാൽ സ്ഥാനാർത്ഥിയാവാൻ സാധിച്ചില്ലെങ്കിലും ആ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളായി ഈ ദുർഭരണത്തിനുള്ള പോരാട്ടത്തിൽ UDFൻ്റെ പ്രചാരകരായി ശ്രീ VM വിനുവും നടൻ ജോയ് മാത്യു ഉണ്ടാവും. അല്ല, അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുള്ള ആളല്ലേ. അതൊക്കെ വോട്ട് ഇവിടെ ഉണ്ട്. ചേവരമ്പലം ബൂത്തിൽ വോട്ടുണ്ട്. താമസം പാലാഴിയാണെങ്കിലും പേടിക്കണ്ട, മത്സരരംഗത്തിലില്ലല്ലോ, ആ സാഹചര്യത്തിലോ ഇല്ല. അതേതായാലും അല്ലല്ലോ.